എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഓട്ടോയിൽ എങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ ഒരു തയ്യൽ മെഷീൻ എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീണ്ടും തയ്യൽ മെഷീനോ? അതെ, അപ്പോൾ വീണ്ടും നമ്മളൊരു തയ്യൽ മെഷീൻ എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആർക്കാണ്, എന്തിനാണെന്നൊക്കെ നമ്മൾ വഴിയേ പറയാം. അപ്പോൾ അതായത് ഞാൻ മുന്നേ തയ്യൽ മെഷീൻ എടുത്തില്ലേ, സെയിം കടയിൽ തന്നെയാണ് നമ്മൾ ഇന്നും പോകുന്നത്. അവിടെ പോയി തയ്യൽ മെഷീൻ കണ്ടു, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തു, കാശൊക്കെ കൊടുത്ത് അങ്ങനെ തയ്യൽ മെഷീൻ്റെ പാക്കിംഗ് തുടങ്ങി കേട്ടോ. നമ്മൾ കുറച്ച് ദൂരോട്ടാണ് ഈ തയ്യൽ മെഷീൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ല സേഫായിട്ട് ഓട്ടോയിൽ പാക്ക് ചെയ്ത് വെക്കണം. കെട്ടിയൊക്കെ വെച്ചാൽ അത് കുറേ ദൂരം പോകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇരിക്കത്തണം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന തയ്യൽ മെഷീൻ കുറച്ച് പേര് എന്നോട് അന്ന് ഞാൻ വീടിട്ടപ്പോൾ ചോദിച്ചായിരുന്നു, ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്, എന്തൊക്കെ തരം മെഷീൻസൊക്കെ ഉണ്ടെന്ന്. ആക്ച്വലി ഇതൊരു തയ്യൽ മെഷീൻ കടയാണ്, പ്ലസ് വിൽക്കുന്നതും ഉണ്ട്. അവർ അതുപോലെ തന്നെ സർവീസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് മെഷീൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാതരം മെഷീനും കിട്ടും. ഇലക്ട്രിക് മെഷീൻ മുതലും നമ്മുടെ നോർമൽ സാധാ മെഷീൻ വരെ ഉണ്ട്. ഇത് ഉഷയുടെ മെഷീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് സിൻസിയറിൻ്റെയാണ്. ഞാൻ എടുത്തതുപോലത്തെ ഇപ്പോഴും ഞാൻ എടുത്തിരിക്കുന്നത് ഈ സെയിം മെഷീനാണ്, പക്ഷേ കളർ കുറച്ചുകൂടെ നല്ല കിഡ്ലൻ കളറാണ്. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് കണ്ടോ, ഇലക്ട്രിക് മെഷീൻസ് എല്ലാ വെറൈറ്റിയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത മെഷീൻ. നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, വർക്ക് ചെയ്യുന്നുണ്ടോ, തയ്യലൊക്കെ വീഴുന്നുണ്ടെന്ന്. ആക്ച്വലി ഈ കടയുടെ സൈഡിൽ വേറൊരു വഴിയുണ്ട്. ആ വഴിക്കൂടെ അകത്ത് പോയാൽ നമുക്ക് നൂല് മുതൽ ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ എൻ്റെ കൂടെ തയ്യൽ മെഷീൻ എടുക്കാനായിട്ട് എൻ്റെ ചേച്ചിയുടെ മോളും പിന്നെ അതുപോലെ തന്നെ ചേച്ചിയൊക്കെയാണ് വന്നത്. നമ്മൾ തയ്യൽ മെഷീൻ അങ്ങനെ നോക്കി എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഓട്ടോ ചേട്ടൻ വന്നത് എങ്ങനെയാണ് പാക്ക് ചെയ്യുക, എങ്ങനെയാണ് വയ്ക്കുക, കയറുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിത് ട്രിവാൻഡ്രത്ത് ഈ കോട്ട അറിയാത്തവരാരും ഇല്ലല്ലോ. അതിന് നേരെയാണ് കേട്ടോ ഈ കട ഇരിക്കുന്നത്. അതായത് നമ്മുടെ RK മോളിനടുത്ത് തൊട്ടടുത്താണ് ഈ തയ്യൽ മെഷീൻ കട ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തയ്യൽ മെഷീൻ വാങ്ങാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കടയാണ് ട്രിവാൻഡ്രത്ത്. നമ്മുടെ സ്വീം മെഷീൻസ് ആൻഡ് പാർട്സ് എന്ന് പറഞ്ഞിട്ടാണ് കടയുടെ പേര്. അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ തയ്യൽ മെഷീനും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദൂരോട്ട് മീൻസ് എൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ദൂരോട്ട് അങ്ങോട്ട് നിതിൻ്റെ നാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ചേച്ചിയൊക്കെ അവർക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അവർ വേറൊരു കട രാമചന്ദ്രനിലോട്ട് പോയി. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പോവാം. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെൽഫ് ഡൗട്ടിങ് ആണ് എനിക്ക്. പല കാര്യങ്ങളും പല ഡിസിഷൻസ് എടുക്കാനും എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ബെസ്റ്റ് കാര്യങ്ങളിൽ ബെസ്റ്റ് ഡിസിഷൻ എടുത്തിരുന്നത് അവനാണ്. എനിക്ക് വാക്കുകളിലൂടെ സത്യത്തിൽ അറിയത്തില്ല എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, അവനെ ഞാൻ എന്തോരം മിസ് ചെയ്യുന്നുണ്ടെന്ന്. പണ്ട് ലാൽജു സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദുഃഖം, വേദനയൊക്കെ കുറച്ചും കൂടെ ബ്ലെൻഡായിട്ടുള്ള ഇമോഷൻസാണ്. അതായത് നമ്മൾ ആ ഇമോഷൻസിലൂടെ അങ്ങ് കടന്നു പോകും. പക്ഷേ മിസ്സിങ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കും. ആ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ കേൾക്കുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. മനസ്സുകൊണ്ടൊക്കെ മൂവ് ഓൺ ആകണമെന്നൊക്കെ വിചാരിക്കാറുണ്ട്, സത്യത്തിൽ പറ്റാറില്ല. അതാണ് പലപ്പോഴും എനിക്ക് സംഭവിക്കുന്നത്. അങ്ങനെ മെഷീൻ കൊണ്ട് നമ്മൾ വീട്ടിൽ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ തെച്ച് നോക്കി കേട്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ. പിന്നെ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു. ഇത് ആർക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ ചേച്ചിക്കായിരുന്നു മെഷീൻ. നമ്മൾ നിതിൻ്റെ വീട്ടിൽ വന്നിട്ട് മെഷീൻ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. മെഷീൻ തെച്ച് നോക്കി എല്ലാം പൊളി കളറില്ല. എൻ്റെ ഇവിടുത്തെ വ്യൂ എന്താണെന്നറിയോ, നമ്മൾ നേരെ കാണുന്നത് കായലാണ്. എന്ത് ഭംഗിയാന്ന് പറയുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. കുറച്ച് സമയം അവിടെ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കുറേ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി നിങ്ങൾക്ക് കുറച്ച് ഇവിടുത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചേച്ചിയുടെ വീട്ടിൽ കുറേ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്, മാങ്ങ, സപ്പോട്ട, പിന്നെ ഒരു ഓറഞ്ച് ആണെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ നാരങ്ങയും അല്ല, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ മാങ്ങയൊക്കെ അത്യാവശ്യം കുഞ്ഞാണ്, പക്ഷേ എന്നാലും ചെടി കുഞ്ഞാണ്, പക്ഷെ അത്യാവശ്യം പൂവൊക്കെ ഇട്ട് മാങ്ങയൊക്കെ നിൽപ്പുണ്ടേ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാങ്ങ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ നിതിൻ മാങ്ങ കഴിക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. അവൻ പഴുത്ത മാങ്ങയാണ് അവനിഷ്ടം. അവന് ആ മാങ്ങ കഴിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് പോയിരിക്കും അവർ കഴിക്കുന്നത് കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഓറഞ്ച് കേട്ടോ. ഓറഞ്ച് ആണോ നാരങ്ങയാണോ എന്ന് എനിക്കിതൊരു വലിയ പിടുത്തമില്ല, പക്ഷേ ഇത് പഴുക്കും കേട്ടോ. ഓറഞ്ചിൻ്റെ കളറാവും. ആൻഡ് ഇതിൽ നാരങ്ങ വെള്ളം ഇട്ട് ചേച്ചി തരാറൊക്കെ ഉണ്ട്. ഇതൊരു പ്രത്യേകതരം മുകളിൽ നിങ്ങൾ കാണുന്നുണ്ട്, ഒരു ഓറഞ്ച് കളറിൽ ഒന്ന് പഴുത്ത് നിൽക്കുന്നത് കണ്ടോ. ഇതെന്ത് സാധനം ഒന്ന് കത്തിയൊരു താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.